ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ആദ്യഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങളിൽ ഇന്ന് നിശബ്ദ പ്രചാരണം. 17 സംസ്ഥാനങ്ങളിലും 4 കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി 102 സീറ്റുകളിലേക്ക് നാളെയാണ് വോട്ടെടുപ്പ് നടക്കുക. വോട്ടെടുപ്പിനുള്ള സജ്ജീകരണങ്ങൾ പൂർത്തിയാക്കിയതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. സിബി ജോസഫ് ദില്ലിയിൽ നിന്നും കൂടുതൽ വിശദാംശങ്ങളുമായി. സിബി, ഗുഡ് മോർണിംഗ്. കീർത്തി, ഗുഡ് മോർണിംഗ്. സിബി, രാജ്യമുറ്റു നോക്കുന്ന പൊതുതെരഞ്ഞെടുപ്പിന് നാളെ തുടക്കമാവുകയാണ്. ആദ്യഘട്ട വോട്ടെടുപ്പ് നാളെ നടക്കുന്നു. 102 സീറ്റുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ് നാളെ നടക്കുന്നത്. എങ്ങനെയാണ് അതിന്റെ ഒരുക്കങ്ങളെല്ലാം തന്നെ പൂർത്തിയായി? കീർത്തി, തീർച്ചയായും രാജ്യം ഉറ്റുനോക്കുന്ന പൊതുതെരഞ്ഞെടുപ്പിലെ ആദ്യഘട്ട വോട്ടെടുപ്പ് നാളെ നടക്കുകയാണ്. ഏതാണ്ട് 3-4 മാസക്കാലമായി വലിയ ചൂട് പിടിച്ച വീറും വാശിയുമേറിയ ചൂട് പിടിച്ച പ്രചാരണത്തിലായിരുന്നു എല്ലാ മുന്നണികളും. ഏതായാലും ആദ്യഘട്ട 7 ഘട്ടമായിട്ടാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഇതിൽ ആദ്യഘട്ട വോട്ടെടുപ്പാണ് നാളെ പുരോഗമിക്കുന്നത്. നാളെയാണ് ഏറ്റവും കൂടുതൽ വോട്ടർമാർ പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നതും ഈ ആദ്യഘട്ടത്തിൽ തന്നെയാണ്. ഏതാണ്ട് 21 ഇടങ്ങളായി, അതായത് 17 സംസ്ഥാനങ്ങളിലും 4 കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി 102 സീറ്റുകൾ ാണ് നാളെ വോട്ടെടുപ്പ് നടക്കുന്നത്. ഇന്നലെ പരസ്യ പ്രചാരണം എല്ലാത്തിൻ്റെയും അവസാനിച്ചിരുന്നു. ഇന്നിപ്പോൾ നിശബ്ദ പ്രചാരണമാണ്. നാളെ 1625 സ്ഥാനാർത്ഥികളാണ് ജനവിധി തേടുന്നത്. ഇതിൽ ഏറ്റവും കൂടുതൽ സീറ്റുകളുള്ള, അതായത് ഏറ്റവും കൂടുതൽ തമിഴ്നാട്ടിലാണ് തമിഴ്നാട്ടിലാണ് ഇപ്പോൾ ഈ ഒരു ആദ്യഘട്ടത്തിൽ വോട്ടെടുപ്പ് ഒറ്റഘട്ടമായി നടക്കുന്നത്. തമിഴ്നാട്ടിൽ 39 സീറ്റാണുള്ളത്. അവിടെ 950 സ്ഥാനാർത്ഥികൾ ജനവിധി തേടുകയും ചെയ്യുന്നു. അതുകൂടാതെ തമിഴ്നാട് കൂടാതെ നിരവധി സംസ്ഥാനങ്ങൾ, അതായത് അരുണാചൽ പ്രദേശ്, മേഘാലയ, മിസോറാം, അതോടൊപ്പം തന്നെ നാഗാലാൻഡ്, സിക്കിം, ഉത്തരാഖണ്ഡ്, ആൻഡമാൻ നിക്കോബാർ, ജമ്മു കാശ്മീർ, ലക്ഷദ്വീപ്, പോണ്ടിച്ചേരി എന്നിവിടങ്ങളെല്ലാം തന്നെയും ഒറ്റഘട്ടമായി നാളെ വോട്ടെടുപ്പ് പൂർണ്ണമാകുകയും ചെയ്യും. എന്തായാലും ആദ്യഘട്ടത്തിൽ ഇത്തരത്തിൽ 39 സീറ്റുള്ള തമിഴ്നാട്ടിലാണ് ഏറ്റവും അധികം സീറ്റുകളിലേക്ക് വോട്ടെടുപ്പ് പുരോഗമിക്കുന്നത്. അതുകൂടാതെ രാജസ്ഥാനിൽ 12 സീറ്റുകളിലേക്കും, ഉത്തർപ്രദേശിൽ 8 സീറ്റുകളിലേക്കും, അസമിൽ 5 സീറ്റുകളിലേക്കും, ബീഹാറിൽ 4, മധ്യപ്രദേശിൽ 6, ഉത്തരാഖണ്ഡിൽ 5, പശ്ചിമ ബംഗാളിൽ 3, മണിപ്പൂരിൽ 2 സീറ്റുകളിലേക്കും ഇത്തരത്തിൽ വോട്ടെടുപ്പ് നടക്കുകയും ചെയ്യും. അതുകൂടാതെ ഛത്തീസ്ഗഡിൽ ഏറ്റവും കൂടുതൽ മാവോയിസ്റ്റ് സാന്നിധ്യമുള്ള ബസ്തർ മേഖലയിലും നാളെയാണ് വോട്ടെടുപ്പ്. എന്തായാലും വളരെ വലിയ സുരക്ഷാ ക്രമീകരണവും എല്ലാ മുന്നൊരുക്കവും എല്ലാം തന്നെയും പൂർത്തിയാക്കിയതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കഴിഞ്ഞ ദിവസം തന്നെ അറിയിച്ചിരുന്നു. ഈ ആദ്യഘട്ട വോട്ടെടുപ്പിൽ ഇത്തരത്തിൽ ഏറ്റവും പ്രമുഖരായ പല വ്യക്തികളും ജനവിധി തേടുന്നുണ്ട്. പ്രത്യേകിച്ച് മഹാരാഷ്ട്രയിലെ നാഗ്പൂരിൽ നിതിൻ ഗഡ്കരി, BJP നേതാവായ നിതിൻ ഗഡ്കരി, അദ്ദേഹം മുൻ കേന്ദ്രമന്ത്രി കൂടിയാണ്, അദ്ദേഹവും ഈ ജനവിധി തേടുന്നു. അതുകൂടാതെ മധ്യപ്രദേശിലെ ചിന്ദ്വാരയിൽ മുൻ മധ്യപ്രദേശിലെ മുഖ്യമന്ത്രിയായ കമൽനാഥിൻ്റെ മകൻ നകുൽനാഥ് ജനവിധി തേടുന്നു. തമിഴ്നാട്ടിലാകട്ടെ BJP സംസ്ഥാന അധ്യക്ഷനായ കെ അണ്ണാമലൈ കോയമ്പത്തൂരിലും, തെലങ്കാന മുൻ ഗവർണർ തമിഴിസൈ സൗന്ദരരാജൻ ചെന്നൈ സൗത്തിലും, DMK നേതാവ് കനിമൊഴി കരുണാനിധി തൂത്തുക്കുടിയിലും ജനവിധി തേടുന്നുണ്ട്. അതുകൂടാതെ ബംഗാളിലെ കൂച്ച് ബെഹാറിൽ നിന്നുള്ള മുൻ കേന്ദ്ര സഹമന്ത്രി നിശിത് പ്രമാണിക്കും വീണ്ടും അദ്ദേഹം സിറ്റിംഗ് സീറ്റിൽ മത്സരിക്കുന്നു. രാജസ്ഥാനിലെ CPI നേതാവായ അമറ റാം മത്സരിക്കുന്നു. അങ്ങനെ നിരവധി പ്രമുഖർ ഈ ഒരു ആദ്യഘട്ട വോട്ടെടുപ്പിൽ ജനവിധി തേടുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും വളരെ വലിയ രാഷ്ട്രീയ പോരാട്ടങ്ങളായിരുന്നു കഴിഞ്ഞ ദിവസം തന്നെയും നടന്നിരുന്നത്. പ്രത്യേകിച്ച് നരേന്ദ്രമോദിയും അമിത്ഷായും മല്ലികാർജ്ജുൻ ഖാർഗെയും സീതാറാം യെച്ചൂരിയും D രാജയും മമതാ ബാനർജി അടക്കമുള്ള എല്ലാ നേതാക്കളെല്ലാം നിലയും വിവിധ സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടന്നിരുന്നു. പ്രത്യേകിച്ച് ഇലക്ട്രൽ ബോർഡും വിലക്കയറ്റവും ജനങ്ങളെ ബാധിക്കുന്ന ജനകീയ വിഷയങ്ങളെല്ലാം നിലയും വളരെ വലിയ പ്രചരണ ആയുധമായി പ്രതിപക്ഷം കൊണ്ടുപോകുമ്പോൾ സർക്കാരിൻ്റെ കഴിഞ്ഞ 10 വർഷ നേട്ടങ്ങളും ഹിന്ദുത്വ അജണ്ടകളുമായി BJP മുന്നോട്ട് പോകുന്നു. അയോധ്യ രാമക്ഷേത്രവും CAA വിഷയമെല്ലാം നിലയും BJP മുന്നോട്ട് വയ്ക്കുന്നു. അങ്ങനെ എല്ലാം നിലയും വളരെ വലിയ രാഷ്ട്രീയമായ ഒരു പോരാട്ടം കൂടിയായിരുന്നു ഈ ഒരു കഴിഞ്ഞ 3 മാസ കാലമായിട്ട്. എന്തായാലും നാളെ ആദ്യഘട്ട വോട്ടെടുപ്പ് പുരോഗമിക്കുകയാണ്. നമുക്കറിയാം കേരളത്തിൽ 26-ാം തീയതിയാണ് വോട്ടെടുപ്പ്. എന്തായാലും നാളെ 19-ാം തീയതി തമിഴ്നാട് ഉൾപ്പെടെ ഏകദേശം 11 സംസ്ഥാനങ്ങളിൽ ഒറ്റഘട്ടമായി വോട്ടെടുപ്പ് നടക്കുകയും പൂർത്തീകരിക്കുകയും ചെയ്യും. എന്തായാലും ഇതിൻ്റെ നിശബ്ദ പ്രചാരണമാണ് ഇന്ന്. നാളെ രാവിലെ 8 മണിയോടെ വോട്ടെടുപ്പ് ആരംഭിക്കുകയും ചെയ്യും. എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയാക്കിയതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിട്ടുണ്ട്. കീർത്തി. ശരി, സിബി ജോസഫാണ് ആ വിവരങ്ങൾ.